ചെറുതുരുത്തിയിൽ തനിച്ച് താമസിച്ചിരുന്ന ശോഭന ടീച്ചറെക്കുറിച്ച് ഏതാനും ദിവസങ്ങളായി വിവരമൊന്നുമില്ലായിരുന്നു. വീടിനു മുന്നിൽ പത്രങ്ങളും പാലും കെട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട KSEB റീഡറാണ് സംശയം പ്രകടിപ്പിച്ചത്. നാട്ടുകാരും പോലീസും എത്തി വീടിന്റെ പിൻഭാഗത്തെ ജനാലയിലൂടെ നോക്കിയപ്പോൾ അലമാരകൾ വാരിവലിച്ചിട്ട നിലയിലും ടീച്ചറുടെ മൃതദേഹം അഴുകിയ നിലയിലും കണ്ടെത്തുകയായിരുന്നു. പോലീസ് വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഏകദേശം 4 ദിവസം പഴക്കമുള്ള മൃതദേഹം പുഴുവരിച്ച നിലയിലായിരുന്നു. ടീച്ചറുടെ തല മൂർച്ചയില്ലാത്ത ഏതോ ആയുധം കൊണ്ട് അടിച്ചു തകർത്ത നിലയിലായിരുന്നു. തലയിൽ നിന്ന് രക്തം വാർന്ന് തറയിൽ കട്ടപിടിച്ചു കിടന്നിരുന്നു. ടീച്ചറുടെ വസ്ത്രങ്ങൾ മാറിക്കിടന്നിരുന്നതും മൃതദേഹത്തിന്റെ അവസ്ഥയിലും കണ്ടപ്പോൾ അവർ ലൈംഗികാതിക്രമത്തിന് ഇരയായതായി പോലീസിന് പ്രാഥമികമായി തന്നെ വ്യക്തമായി. അടുക്കള ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ട രക്തം പുരണ്ട മൺവെട്ടിയായിരുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം. ടീച്ചർക്ക് ശത്രുക്കളാരും തന്നെ ഇല്ലാത്തതിനാൽ വീട്ടിൽ സ്ഥിരമായി വന്നുപോകുന്ന ആരെങ്കിലും ആകാം പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചു. ടീച്ചർ രഹസ്യമായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നതായും ഇതിനായി പലരും അവിടെ വന്നുപോകാറുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. പ്രദേശത്തെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചപ്പോൾ ബാലൻ എന്ന വ്യക്തിയുടെ സാന്നിധ്യം മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ കണ്ടു. എന്നാൽ മരണശേഷം ഇയാൾ നാടുവിടുകയും തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ബാലൻ തന്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്തപ്പോൾ ലഭിച്ച SMS ആണ് ലൊക്കേഷൻ കണ്ടെത്താൻ സഹായിച്ചത്. ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ പാലക്കാട് വെച്ച് പോലീസ് വേഷം മാറി ഇയാളെ അറസ്റ്റ് ചെയ്തു. ബാലൻ ടീച്ചറുടെ വിശ്വസ്തനായ സഹായിയായിരുന്നു. ഒരു വലിയ ബിസിനസ് ഇടപാടിന് ശേഷം ടീച്ചറുടെ പക്കൽ വൻതുക ഉണ്ടെന്ന് കരുതിയാണ് അയാൾ കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊലപാതകത്തിന് ശേഷം ടീച്ചർ അണിഞ്ഞ സ്വർണ്ണാഭരണങ്ങളും അലമാരയിലുണ്ടായിരുന്ന പണവും അയാൾ മോഷ്ടിച്ചു. മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ടീച്ചർ ധരിച്ചിരുന്നത് മുഴുവൻ മുക്കുപണ്ടമായിരുന്നുവെന്നും അയാൾ തിരിച്ചറിഞ്ഞത്. താൻ കൊലപ്പെടുത്തിയത് തുച്ഛമായ പണത്തിനു വേണ്ടിയാണെന്ന് അപ്പോഴാണ് അയാൾ മനസ്സിലാക്കിയത്. കൊലപാതകം, ബലാത്സംഗം, മോഷണം എന്നീ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടു. പോലീസ് കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് ബാലന് ജീവപര്യന്തം തടവു ശിക്ഷ കോടതി വിധിച്ചു.